ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ ചൂട് കഠിനമായ സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു. ജബൽ അക്തർ, ഇബ്രി, റുസ്താഖ്, അവാബി, ഖാബൂറ, സൊഹർ, ഹംറ, ദൗഫാറിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് നേരിയ മഴ ലഭിച്ചത്. ഇവിടങ്ങളിൽ ശക്തമായ കാറ്റും വീശി. മഴ പെയ്ത പ്രദേശങ്ങളിൽ താപനിലയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം ഒമാന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇന്നലെ ഉയർന്ന താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത്. സൂർ, മക്ഷിൻ, സമായിൽ, സുനൈന, ഹംറ, അദോ, ഫഹൂദ്, മർമൂൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. മൂന്നാം തവണയും തുടർച്ചയായ വിജയം കൈവരിച്ച നരേന്ദ്രമോദിക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ആശംസകൾ കൈമാറി. ഇന്ത്യൻ ജനതയെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നതായി കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു. ഒമാനിൽ മാസപ്പിറവി നിർണയത്തിനുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും. മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. 24694400 24644037 24644070 എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. രാജ്യത്ത് ഇന്ന് ദുൽഖഅദ് 29. മസ്കറ്റ് ഗവർണറേറ്റിനോട് ചേർന്ന് വാദി അദയിൽ കാർഷിക, ഫിഷറീസ്, ജല വിഭവ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിൽ പ്രളയവും മഴ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു. 38 ദശലക്ഷം റിയാൽ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അണക്കെട്ട് 6ഓളം തെക്കൻ വാദികളിൽ നിന്നും അൽ അഹബസ്, അൽ അൽവിയ പ്രദേശങ്ങളിൽ നിന്നുമുള്ള വെള്ളം അണക്കെട്ടിൽ എത്തിക്കും. കൊറം പ്രദേശത്തെ വെള്ളക്കെട്ടുകൾ ഇതോടെ പൂർണ്ണമായും ഇല്ലാതാകുമെന്നും മന്ത്രാലയം ജലവിഭവ വിഭാഗം ഡയറക്ടർ പറഞ്ഞു. ഈ വർഷം ഫെബ്രുവരിയിലാണ് അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 30 മാസങ്ങൾ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. 2026 അവസാനത്തോടെ വാദി അദൈ അണക്കെട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു. 50 മീറ്റർ വരെ താഴ്ചയിൽ കുഴിയെടുത്ത് കെട്ടുറപ്പുള്ള അടിത്തറ അണക്കെട്ടിന് ഉറപ്പുവരുത്തും. വേനലവധിയും ബലിപെരുന്നാൾ അവധിയും ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. എന്നാൽ കണ്ണൂരിലേക്കുള്ള വിമാനങ്ങളുടെ കുറവ് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഉത്തര മലബാറിലേക്കുള്ള യാത്രക്കാർ. എണ്ണത്തിൽ കുറഞ്ഞ നേരിട്ടുള്ള സർവീസുകളിൽ അധിക തുക നൽകിയും കണക്ഷൻ വിമാനങ്ങളിൽ ദീർഘസമയം യാത്ര ചെയ്തുമാണ് പലരും നാട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്നും മാത്രമാണ് നിലവിൽ കണ്ണൂരിലേക്ക് നേരിട്ടുള്ള സർവീസ് ഉള്ളത്. അതും എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം. വരും ദിവസങ്ങളിൽ 160 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. ജൂൺ അവസാനം വരെ 80 റിയാലിൽ താഴെയില്ല. അവധിക്കാലം കഴിഞ്ഞുള്ള മടക്കയാത്രയിലും ഉയർന്ന തുകയ്ക്ക് ഇവർ ടിക്കറ്റ് സ്വന്തമാക്കേണ്ടി വരും. അതേസമയം സലാലയിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരു വിമാന കമ്പനിയും നിലവിൽ നേരിട്ട് സർവീസ് നടത്തുന്നില്ല. മസ്കറ്റിൽ നിന്നും ഇൻഡിഗോ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, കൊച്ചി വിമാനത്താവളങ്ങൾ വഴിയും എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ മറ്റ് സെക്ടറുകൾ വഴിയും കണ്ണൂരിലേക്ക് കണക്ഷൻ സർവീസുകൾ നടത്തുന്നുണ്ട്. എന്നാൽ ടിക്കറ്റിന് ചെലവ് വരുന്നത് 3 ഇരട്ടിയിലധികം തുകയാണ്. സലാലയിൽ നിന്നും മസ്കറ്റിലെത്തി കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസിനെ ആശ്രയിക്കുന്നവരും ഉത്തര മലബാറിലേക്കുള്ള യാത്രക്കാരിൽ നിരവധിയാണ്. മസ്കറ്റിലേക്കുള്ള യാത്രയിലും കോഴിക്കോട് നിന്നും സ്വന്തം നാട്ടിലേക്കുള്ള യാത്രകൾക്കും ഇവർക്ക് അധിക തുക ചെലവാക്കേണ്ടി വരും. 4 വർഷം മുമ്പ് വരെ ഉത്തര മലബാറിൽ നിന്നുള്ള യാത്രക്കാർ ഏറെ ആശ്രയിച്ചിരുന്ന മംഗളൂരു വിമാനത്താവളം വഴിയും വീണ്ടും യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നവരും വർദ്ധിച്ചു വരികയാണ്. കണ്ണൂരിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനും നിർത്തലാക്കിയ വിമാനങ്ങൾക്ക് പകരം മറ്റ് വിമാന കമ്പനികൾക്ക് സർവീസ് അനുവദിക്കണമെന്ന ആവശ്യം പ്രവാസികൾ ഉയർത്തുന്നുണ്ട്. വിദേശ വിമാന കമ്പനികൾക്ക് കൂടി കണ്ണൂരിലേക്ക് സർവീസ് നടത്താൻ അനുമതി നൽകണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. ഇത്തരം ആവശ്യങ്ങൾ കേരള, കേന്ദ്ര സർക്കാരുകൾക്ക് മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി സംഘടനകൾ. അതേസമയം ഈ വർഷം തന്നെ കണ്ണൂരിലേക്ക് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസിന് അനുമതി ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരും മാസങ്ങളിലുണ്ടായേക്കും. ലോകകപ്പ്, ഏഷ്യ കപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ചൈനീസ് തായ്പേയെ നേരിടും. തായ്പേയ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒമാൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് മത്സരം.
പരിശീലകൻ ജെറോസ്ലാവ് സിൽഹാവിയുടെ കീഴിൽ ടീം കഴിഞ്ഞ ദിവസം തായ്വാനിലെത്തിയിരുന്നു. ജെറോസ്ലാവ് സിൽഹാവിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന ക്യാമ്പിന് ശേഷമാണ് ടീം തായ്വാനിലേക്ക് പോയത്. ലോകകപ്പിന്റെ രണ്ടാം ഘട്ട യോഗ്യതാ മത്സരങ്ങളാണ് നടന്നുവരുന്നത്. 4 മത്സരങ്ങളിൽ നിന്നും 9 പോയിന്റുമായി ഗ്രൂപ്പ് ഡിയിൽ രണ്ടാം സ്ഥാനത്താണ് ഒമാൻ. ചൈനീസ് തായ്പേയ്ക്കെതിരെയുള്ള മത്സരശേഷം മടങ്ങിയെത്തുന്ന ടീം മസ്കറ്റിൽ പരിശീലനം തുടരും. തുടർന്ന് ജൂൺ 11 മസ്കറ്റിൽ കിർഗിസ്ഥാനെതിരെയാണ് അടുത്ത മത്സരം. 2 മത്സരങ്ങളിലെയും ഫലങ്ങൾ ഒമാന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വിധി നിർണയിക്കും. ദാഹിറ ഗവർണറേറ്റിലെ ഹംറ അദുരു സ്റ്റേഷനിൽ ഒമാനിലെ ഏറ്റവും ഉയർന്ന താപനില ജൂൺ 2 ഞായറാഴ്ച രേഖപ്പെടുത്തി. ഏകദേശം 50 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. ഒമാൻ മെട്രോളജി വിഭാഗത്തിന്റെ കണക്കുകൾ പ്രകാരം 50 ഡിഗ്രി ചൂട് ഹംറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി സ്റ്റേഷനിൽ 48.3 ഡിഗ്രി സെൽഷ്യസും ലിവയിൽ 48.2 ഡിഗ്രി സെൽഷ്യസും നോർത്ത് അൽബാത്തിന ഗവർണറേറ്റിലെ സോഹർ സ്റ്റേഷനിൽ 48 ഡിഗ്രിയും രേഖപ്പെടുത്തി. സൗത്ത് അൽബാത്തിന ഗവർണറേറ്റിലെ ബർക്ക സ്റ്റേഷനിൽ 47.9 ഡിഗ്രി സെൽഷ്യസും നോർത്ത് അൽബാത്തിന ഗവർണറേറ്റിലെ സഹം സ്റ്റേഷനിൽ 47.6 ഡിഗ്രി സെൽഷ്യസുമാണ് രേഖപ്പെടുത്തിയത്. അതേസമയം രാജ്യത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. 18ാം ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടാനാകാതെ BJP. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മിന്നുന്ന പ്രകടനവും കാഴ്ചവെച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഉയർത്തിയ വിദ്വേഷ പ്രചാരണം ജനം തള്ളി. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ സഖ്യം മുന്നേറ്റമുണ്ടാക്കി. BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. നിതീഷ് കുമാറിന്റെ JDU, ചന്ദ്രബാബു നായിഡുവിന്റെ TDP ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള NDA 292 സീറ്റ് സ്വന്തമാക്കി. ഇന്ത്യ സഖ്യം 233, മറ്റുള്ളവർ 18 സീറ്റും നേടി. ഫലസൂചനകൾ പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ NDAക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിലും പല ഘട്ടങ്ങളിലും ഇത് ഇന്ത്യൻ സഖ്യത്തിലേക്കും വന്നു. അതേസമയം കേന്ദ്ര മന്ത്രിമാരായ സ്മൃതി ഇറാനി, അർജുൻ മുണ്ട, രാജീവ് ചന്ദ്രശേഖർ, RK സിംഗ് ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു. ആപ്കി ബാർ 400 പാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം ജനം ഏറ്റുപിടിച്ചില്ല. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നേടിയ വലിയ പ്രകടനമാണ് BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത്. ഇവിടെ ആകെയുള്ള 80 സീറ്റിൽ 43 ഇന്ത്യൻ സഖ്യം നേടി. SP 37, കോൺഗ്രസ് 6 സീറ്റാണ് നേടിയത്. BJPക്ക് 33 ഇടത്ത് മാത്രമാണ് വിജയിക്കാനായത്. മായാവതിയുടെ BSPക്ക് ഒരിടത്തും ജയിക്കാൻ സാധിച്ചില്ല. വാരണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ അജയ് റോയ് 1.5 ലക്ഷമാക്കി കുറച്ചു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി തേരോട്ടം നടത്തി. തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ആകെയുള്ള 39 സീറ്റും നേടി. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം 29 സീറ്റാണ് നേടിയത്. NDA 18 ഒതുങ്ങി. കർണാടകയിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും വലിയ വിജയം കോൺഗ്രസിന് ലഭിച്ചു. 9 സീറ്റാണ് കോൺഗ്രസ് നേടിയത്.